മിഥുനമാസത്തിലെ ആയില്യം എൻ്റെ പിറന്നാളാണ് കേട്ടോ. ഇന്ന് കാലത്ത് എണീറ്റ് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. പണ്ട് തലൂരായിരിക്കുന്ന സമയത്ത് എന്നും അമ്പലത്തിൽ പോകുന്ന ഞാൻ ഇപ്പോൾ വിശേഷ ദിവസങ്ങൾക്ക് മാത്രമാണ് അമ്പലത്തിൽ പോവുക. കാരണം നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ദിവസപൂജ ഇല്ല എന്നുള്ളത് കൊണ്ടും മനസ്സ് നന്നായ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നുള്ളത് കൊണ്ടും ഇപ്പം അമ്പലത്തിൽ പോക്കൊക്കെ വല്ലപ്പോഴുമാണ്. എല്ലാവർക്കും വേണ്ടി ഭാഗ്യം എന്താ അറിഞ്ഞു വിളിക്കേണ്ട ദേവീനെ. നക്ഷത്രം നോക്കി സ്വഭാവം വിശകലനം ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഈ ആയില്യം എന്ന് പറയുന്നത് പാമ്പിന്റെ നാളാണ് അത്രേ. ബാക്കി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് പാമ്പിന്റെ സ്വഭാവമാണെന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് അതുപോലെ തന്നെ മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറുന്ന ആളാണ് അത്രേ. അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിക്കാറില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കൂടുതലും നല്ലതുകളാണ് കേട്ടോ. പിറന്നാളുകാരി. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഒരു കുഞ്ഞുവാവയ്ക്ക് ചോറും കൊടുത്ത് നമുക്കിനി ഒരു കുഞ്ഞിക്കാല് കാണാൻ പോയാലോ? ഈ കുഞ്ഞിക്കാല് കാണണമെന്ന് കുറച്ച് അധികം ദിവസമായി ആഗ്രഹിക്കണു കേട്ടോ. ഇപ്പോഴാണ് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്ത് രസമല്ലേ! ഇത് അനിയൻ്റെ കുഞ്ഞുവാവയാണേ. അപ്പോൾ അവനെയും കണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും കണ്ട് നമുക്ക് ജന്മം തന്ന അച്ഛനമ്മേനെയും കണ്ട് ഇതാ നമ്മൾ മടങ്ങാണ്. വല്ലൂർക്ക് താമസം മാറ്റിയതിന് പുറം ലോകമായിട്ടുള്ള എൻ്റെ സമ്പർക്കം വളരെ കുറവാണെന്നാണ് ഭാഗ്യൻ്റെ പരാതി. അങ്ങനെ എന്നെയും വലിച്ചത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സന്ധ്യയായപ്പോൾ അലിബാബയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈലൈറ്റ് മാളിൽ പോവാം, ഒന്ന് കറങ്ങാം എന്നൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തലൂരായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അലിബാബ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമായിരുന്നു. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ചില സാഹചര്യങ്ങളോട് വല്ലാണ്ട് പൊരുത്തപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ വല്ലൂരത്തെ സാഹചര്യങ്ങളോട് വളരെ ബുദ്ധിമുട്ടി പൊരുത്തപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. കാരണം ഇവിടുത്തെ ലൈഫ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ ആ ലൈഫ് അഡാപ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ഭയങ്കര മടി. അങ്ങനെ ഭാഗ്യം നിർബന്ധിച്ചിട്ടാണ് ഇന്നിതാ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ ഡിറ്റാച്ച്ഡ് ആവാതെ നോക്കണം കേട്ടോ എൻ്റെ പോലെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ കുറച്ച് ഔട്ടിങ്ങും പുറത്തുനിന്നുള്ള ഭക്ഷണവും ഒക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. ഹെക്റ്റിക്കായിട്ടുള്ള നാളെയെ വരവേക്കാൻ വേണ്ടി നമ്മൾ അടിപൊളിയായിട്ട് സജ്ജമായിട്ട് അങ്ങോട്ട് ഇരിക്കും. ഡയറ്റാന്നും പറഞ്ഞ് കുനാഫ് മാറ്റി വെച്ചപ്പോൾ ഭാഗ്യം പറയാ വണ്ടി ഇടിച്ചായാലും മരിക്കാട്ടോ എന്ന്. അത് കേട്ടപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചീച്ച് ഡയവ് ആവുമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ ടു